ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 31, വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുനാൾ. ഇറ്റലിയിലെ വലിയ വ്യവസായ കേന്ദ്രമായ ടൂറിനിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഡോൺ ബോസ്കോ പിതാവ് ഫ്രാൻസിസ് ബോസ്കോ ജോണിന് 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. അമ്മ മാർഗരറ്റ് ഡോണിനെ ദൈവഭക്തിയിൽ വളർത്തി. 9 വയസ്സുള്ളപ്പോൾ ഡോൺ ഒരു സ്വപ്നം കണ്ടു. നിരവധി കുട്ടികളെ നന്മ തിന്മ പഠിപ്പിക്കാൻ ഒരു ദിവ്യ പുരുഷൻ ആവശ്യപ്പെടുന്നതും സൗന്ദര്യവതിയായ ഒരു വനിത എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാഴ്ചയെ അമ്മയോട് ഡോൺ പങ്കുവച്ചു. അപ്പോൾ മാർഗരറ്റിന് മനസ്സിലായി മകൻ ഒരു വൈദികനാകുമെന്ന്. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് 1841 ജൂൺ 5 ഡോൺ വൈദികനായി. കുട്ടികൾക്കായൊരു ഭവനം അമ്മയുടെ സഹായത്തോടെ ആരംഭിച്ചു. അതുവഴി തെരുവിലെ കുട്ടികളെ മര്യാദക്കാരനാക്കാൻ ബോസ്കോയ്ക്ക് കഴിഞ്ഞു. 1854 ജനുവരി 26 ഫാദർ ഡോൺ ബോസ്കോ സലേഷ്യൻ സഭ സ്ഥാപിച്ചു. 21 കൊല്ലം കഴിഞ്ഞ് സ്ത്രീകൾക്കായുള്ള ഒരു സഭയും ഡോൺ ബോസ്കോ തുടങ്ങി. മരിക്കും വരെ ഫലിതവും പുഞ്ചിരിയും അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വിട്ടുമാറിയില്ല. കത്തോലിക്ക ലൈബ്രറി എന്ന പേരിൽ ഒരു പത്രവും ഡോൺ പ്രസിദ്ധീകരിച്ചിരുന്നു. കത്തോലിക്ക ഗ്രന്ഥാവലി എന്ന ദ്വൈവാരികയും പ്രസിദ്ധീകരിക്കാൻ സ്വന്തമായി ഒരു പ്രിന്റിംഗ് പ്രസ്സും ആരംഭിച്ചു. വിജയമാതാവിനോട് അഗാധമായ ഭക്തിയുണ്ടായിരുന്ന ഡോൺ ബോസ്കോ പല തവണ വധശ്രമത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 1886 ഡിസംബർ 11 അവസാനമായി ദിവ്യബലി അർപ്പിച്ച് തളർവാദം പിടിപെട്ട് കിടപ്പിലായിരുന്ന ഡോൺ ബോസ്കോ 1888 ജനുവരി 31 രാവിലെ 4:45 72 വയസ്സിൽ ആ ദിവ്യമായ പുഞ്ചിരി എന്നേക്കുമായി മാഞ്ഞു. 1934 ഏപ്രിൽ 1 പിയൂസ് 11 മാർപ്പാപ്പ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. തന്നാൽ കഴിവുള്ള മുഴുവൻ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച വിശുദ്ധ ഡോൺ ബോസ്കോ, ഞങ്ങളും അങ്ങയെപ്പോലെ എല്ലാം പുഞ്ചിരിയോടെ നിറവേറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർ
ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.